ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആരാധനയോടുള്ള ബന്ധത്തിൽ നമുക്ക് ഒരുമിച്ച് ആയിരിക്കുവാൻ തക്കവണ്ണം ദൈവം ഒരു ആഴ്ച കൂടി അവിടുന്ന് തന്നു. ദൈവത്തിന് സ്തോത്രം. ആരാധനയ്ക്ക് നാം ചിന്തിച്ച ചിന്തയോടൊക്കെ ചേർന്നുള്ള ഒരു വിഷയം തന്നെയാണ് ഇന്ന് ഞാൻ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. സങ്കീർത്തന പുസ്തകം 12-ാം അധ്യായം, അതിൻ്റെ 1-ാം വാക്യം. യഹോവയെ രക്ഷിക്കണമേ. ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആരാധനയോടുള്ള ബന്ധത്തിൽ നാം വായിച്ച വാക്യത്തിലും ഈ കാര്യങ്ങളാണ് അവിടെ പരാമർശിച്ചിരിക്കുന്നത്. അതിൻ്റെ 4-ാം വാക്യത്തിൽ നാം ഭക്തന്മാരെക്കുറിച്ച് വായിക്കുന്നുണ്ട്. വഷളനെ നിന്ദനായി എണ്ണുകയും യഹോവ ഭക്തനെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. ഇതൊക്കെ ഭക്തൻ്റെ ഗുണങ്ങളായിട്ട് നാം വായിച്ച ആ വാക്യത്തിൽ നാം ചിന്തിച്ച ആ ചിന്തയിലുമുണ്ട്. ഇന്നത്തെ വചനചിന്തയ്ക്ക് ആധാരമായിട്ട് ഇതിൽ നിന്ന് അല്പമായി ചിന്തിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഓരോരുത്തരും ഈ സങ്കീർത്തനത്തിൽ നാം കാണുന്നത് യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. ആ വിഷയം ഞാൻ ചിന്തയോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ ഓരോരുത്തരും അതിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ എന്നുള്ള ഒരു ചിന്ത ഓരോരുത്തരെയും ഭരിക്കുവാനായിട്ട് ഇടയായെങ്കിൽ ഇതിനോടുള്ള ബന്ധത്തിൽ ചില ചിന്തകൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ രൂപാന്തരത്തിനും ആത്മീയ വർധനയ്ക്കും അത് കാരണമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പല സ്ഥലങ്ങളിലും ഫ്യൂണറൽ സർവീസിനൊക്കെ വായിച്ച് കേൾക്കാറുള്ള ഒരു വാക്യമാണിത്. ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, യഹോവയെ രക്ഷിക്കണമേ. ഇവിടെ ഒരു രോദനം പോലെയാണ് അത് തുടങ്ങുന്നത്. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. ആരാണ് ഭക്തന്മാർ? ആരാണ് ഈ കരയുന്നത്? നമുക്കറിയാം, ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണിത്. ദാവീദിന്റെ മനസ്സിലൂടെ കടന്നു വന്ന ചിന്തയാണ് യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. ചിലരുടെയൊക്കെയും മാറ്റപ്പെടലുകളും അല്ലെങ്കിൽ അതുപോലെയൊക്കെ ദാവീദ് ദർശിക്കുമ്പോൾ ദാവീദിന്റെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകളാണ്. ആ കാലഘട്ടത്തിൽ ഇത് എന്തുമാത്രം അൻവർത്തനീയമായിരുന്നു എന്നുള്ളത് അതിലും ഉപരിയായിട്ട് ഈ കാലഘട്ടവും അത് അൻവർത്ഥമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിനാണ് നാം ആയിരിക്കുന്നത്. നമുക്കറിയാം, ദാവീദിനെ സംബന്ധിച്ച് ദാവീദ് ഈശായുടെ ഒരു പുത്രനായി ജനിക്കുമ്പോൾ ദാവീദ് ജനിച്ച് വളർത്തപ്പെട്ട അവൻ്റെ മാതൃകയിൽ നിന്ന് അവൻ ശീലിച്ച, അവൻ അഭ്യസിച്ച പല കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് തൻ്റെ അടുത്തുള്ള ഒരു കാലഘട്ടത്തിൽ തന്നോടുള്ള ബന്ധത്തിൽ തനിക്ക് ചെയ്യുവാനായിട്ട് കഴിഞ്ഞത് എന്നുള്ളത് നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയും. കാരണം ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ദാവീദ് താനൊരു രാജാവായി തീർന്നപ്പോൾ രാജ്യകാര്യങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചപ്പോൾ ഒരുപക്ഷെ അവൻ്റെ അടുത്ത തലമുറ മക്കളെ തന്നെ ആ രീതിയിലൊക്കെ അഭ്യസിപ്പിക്കുവാൻ അവന് കഴിഞ്ഞു കാണത്തില്ല. അതുപോലെ തൻ്റെ ചിന്തയിലൂടെ കടന്നു വന്ന ചിന്തകളാണ് അവൻ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനോടുള്ള ബന്ധത്തിൽ അല്പമായിട്ട് ചില കാര്യങ്ങൾ ചിന്തിച്ച് മുൻപോട്ട് പോകാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഭക്തൻ ആരാണ്? എങ്ങനെയാണ് ഭക്തനെ തിരിച്ചറിയുക? അതുപോലെ ഭക്തൻ്റെ പ്രത്യേകതകൾ എന്താണ്? ഭക്തൻ്റെ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ കരുതൽ അവന് എങ്ങനെയൊക്കെ ലഭിക്കുന്നു? അതുപോലെ കപടഭക്തിക്കാരെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ഈ വിഷയങ്ങളെയൊക്കെ ആസ്പദമാക്കി ഓരോ വിഷയങ്ങളെ കുറിച്ച് അല്പമായി വേദപുസ്തകത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു എന്നുള്ളത് ചിന്തിച്ച് നമുക്ക് മുൻപോട്ട് പോകാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആരാണ് ഭക്തൻ? ഇവിടെ നമുക്കറിയാം, ദാവീദിനോടുള്ള ബന്ധത്തിൽ തൻ്റെ ജീവിതത്തിൽ ഒരു ഭക്തനായി ജീവിക്കുവാനായിട്ട് ദാവീദിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ഞാൻ ഒരു ഭക്തനാണോ അല്ലെങ്കിൽ ഞാനൊരു ഭക്തനാണ് എന്ന് എന്നെ ഭരിക്കുവാനും, അതുപോലെ ദാവീദ് ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ യഹോവയെ രക്ഷിക്കണമേ, അതുപോലെ ഉള്ള ഒരു രോദനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അങ്ങനെയുള്ള ഒരു കരച്ചിലിൻ്റെ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടോ, അത് കരയേണ്ട ആവശ്യമുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കുവാനും ഇടയാകണം എന്നുള്ളതാണ് ഞാൻ ഓർക്കുന്നത്. നമുക്ക് ആദ്യമായിട്ട് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നിന്ന് 1-2 വാക്യങ്ങൾ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം
നമുക്കറിയാം യോബിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ തന്നെ നാം എഴുതിയിരിക്കുന്നത് ഊസ് എന്ന ദേശത്ത് ഇയ്യോബ് എന്നു പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനായും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. അവിടെ യഹോവ ഭക്തനായ ഒരു പരുഷനാണ് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. താഴോട്ട് വരുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത് സാത്താൻ ദൈവസന്നിധിയിൽ ഈ സാത്താൻ അവിടെ ദൈവസന്നിധിയിൽ നിൽക്കുന്നതായിട്ടും ദൈവം അവനോട് നീ എവിടെ ഓടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുകയാണ്, ഇയ്യോബിൻ്റെ നീ ദൃഷ്ടി വെച്ചുവോ? അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ എന്ന് അരുളി ചെയ്തു. ഇവിടെ ദൈവത്തിൻ്റെ സാക്ഷ്യമാണ് യോബിനോടുള്ള ബന്ധത്തിൽ. എന്നാൽ സാത്താൻ അവിടെ പറയുകയാണ്, അതിന് സാത്താൻ യഹോവയോട് വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്. അപ്പം ദൈവഭക്തനായിരിക്കുന്ന ഒരു ഭക്തനോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ വലിയൊരു കരുതൽ ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് സാത്താന് പോലും അത്ഭുതം പോലെ വെറുതെ അല്ല ഇയ്യോബ് ഭക്തനായിരിക്കുന്നതെന്ന് ഇവിടെ സാത്താൻ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇയ്യോബിനോടുള്ള ബന്ധത്തിൽ നമുക്കറിയാം എത്രയോ അനുഗ്രഹീതമായ ആ ഒരു ഭക്ത ജീവിതം നയിച്ച ഒരു ദൈവദാസനായിരുന്നു ഇയ്യോബ്. എന്നാൽ ഇയ്യോബിനെ സംബന്ധിച്ച് അവൻ ദൈവത്തിൻ്റെ പരീക്ഷകളൊക്കെ ഏർപ്പെടുമ്പോഴും അവൻ ആ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ട് ഇരുന്നു എന്ന് നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയും. തൻ്റെ ഭാര്യ തന്നോട് പറയുന്ന വാക്കുകൾ, അതുപോലെ നമുക്ക് അതിൻ്റെ ഒരു 5-ാം വാക്യം ഒന്ന് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്നാൽ വിരുന്ന് നാളുകൾ വട്ടം തികയുമ്പോൾ ഇയ്യോബ് പക്ഷേ എൻ്റെ പുത്രന്മാർ പാപം ചെയ്തു, ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കുമെന്ന് പറഞ്ഞ് ആളയച്ച് വരുത്തി ശുദ്ധി ചെയ്യുകയും നന്നാ രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്കൊത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും. ഇങ്ങനെ ഇയ്യോബ് എല്ലായ്പ്പോഴും ചെയ്തു പോന്നു. ഇവിടെ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ താൻ ഭക്തനായി ജീവിച്ചു എന്ന് മാത്രമല്ല, തൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് വലിയ കരുതലുള്ളവനായിട്ട് അവിടെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മക്കളെ ഓരോരുത്തരെയും വിരുന്നിന് അവരെ വിളിച്ചു വരുത്തും. വലിയ ആഘോഷപരമായിട്ട് വലിയ പ്രോഗ്രാമുകളും പാർട്ടിയും ഒക്കെ കഴിഞ്ഞിട്ട് അവർ തിരിച്ചു പോയാലും അവരെ വീണ്ടും ആളയച്ച് വരുത്തിയിട്ട് അവരുടെ സംഖ്യയ്ക്കൊത്തവണ്ണം ഹോമയാഗം കഴിക്കുന്ന ഒരു യോബിനെയാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ആരാണ് ഭക്തൻ? യോബ് ഒരു ഭക്തനായിരുന്നു എന്ന് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. അതുപോലെ അനേക വാക്യങ്ങളുണ്ട്. 1-2 വാക്യങ്ങൾ വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 4-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് വായിച്ചാൽ നല്ലതായിരുന്നു. സങ്കീർത്തനം 4-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. ദൈവത്തിന് മഹത്വം. ഇവിടെ കാണുന്നത് യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിവൻ. ദൈവം യഹോവ ഭക്തന്മാരെ മറ്റുള്ളവരിൽ നിന്നും വേർതിരിച്ചിരിക്കുന്നു എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. അവൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവന് ഉത്തരമരുളും. അതാണ് യഹോവ ഭക്തനെ കുറിച്ചുള്ള ഒരു പ്രത്യേകത. ആരാണ് ഭക്തൻ? കർത്താവിനെ അവൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളുന്ന ഒരു ദൈവം അവനുണ്ടാകും. അവൻ്റെ ജീവിതത്തിൽ, അവൻ്റെ സാക്ഷ്യത്തിലൊക്കെ അവൻ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ, ദൈവത്തോടൊരു കാര്യം ആവശ്യം വരുമ്പോൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരം ലഭിക്കുന്ന ആളായിരിക്കും ഭക്തൻ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മുടെ ആവശ്യങ്ങളുടെ മുഖത്ത് നാം ദൈവത്തോട് നിലവിളിക്കുമ്പോൾ നമുക്കുത്തരം ലഭിക്കാറുണ്ടോ? നമുക്കുത്തരം ലഭിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം കർത്താവിനെ, ദൈവത്തോടുള്ള ആ ബന്ധം മുറുകെ പിടിച്ചുകൊണ്ട് 91-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് പോലെ അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. അതുപോലെ ദൈവത്തോട് കൂടെ വസിക്കുന്ന യോബിനെ പോലെ അവൻ്റെ ജീവിതത്തിൽ പാലിക്കുന്ന, പ്രവർത്തിക്കുന്ന അങ്ങനെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. വീണ്ടും ഒരു വാക്യം കൂടി വായിക്കാം. ഇപ്പം ഇന്ന് നമ്മൾ ആരാധനയ്ക്ക് വായിച്ച വാക്യത്തിൻ്റെ ഞാൻ ഓൾറെഡി വായിച്ച് കേൾപ്പിച്ച വാക്യമാണ്. 15-ാം അധ്യായത്തിൻ്റെ 4-ഉം 15-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. മതി. ദൈവത്തിന് സ്തോത്രം. ഇവിടെ എഴുതിയിരിക്കുന്നത് ഭക്തനായ ഒരു മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ്. വഷളനെ നിന്ദ്യനായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും വാക്കുമാറാത്തവൻ. ആരാണ് ഭക്തൻ എന്നുള്ളൊരു ചോദ്യം
ഞാൻ ചിന്തിക്കുമ്പോൾ, ഞാനെന്ന് പറയുമ്പോൾ ഓരോരുത്തരും ഞാനെന്നുള്ള ചിന്ത ഓരോരുത്തരെയും ഭരിക്കുമാറാകട്ടെ. ഞാൻ ഒരു ഞാനൊരു ഭക്തനാണ് എന്ന് ഞാൻ പറയുമ്പോൾ വഷളനെ നിന്ദിനായി എണ്ണുവാനായിട്ട് എനിക്ക് കഴിയുന്നുണ്ടോ? നാം പാർക്കുന്ന നമ്മുടെ സമൂഹത്തിൽ, ഞാൻ ബിസിനസ് ചെയ്യുന്ന എൻ്റെ ബിസിനസ്സിൻ്റെ കൂട്ടാളികൾ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, അങ്ങനെയുള്ളവരിൽ എല്ലാവരും ഒന്നും നല്ലവരാണ് എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. വിശ്വാസികളും അവിശ്വാസികളും തമ്മിൽ എങ്ങനെ ബന്ധം പുലർത്തണമെന്ന് തിരുവചനത്തിൽ നാം കാണുന്നുണ്ട്. ആ രീതിയിൽ വഷളനെ നിന്ദിനായി കാണുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? അവനോട് അങ്ങനെ നിന്ന പ്രവർത്തിക്കണമെന്നല്ല, അവനോട് നമുക്ക് സഹവാസം കൂടുവാനോ അവനോട് കൂട്ടായ്മ പുലർത്തുവാനോ ഒരിക്കലും നമുക്ക് സാധ്യമല്ല. അങ്ങനെ ഒരു വേർതിരിവ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയുന്നുണ്ടോ? രണ്ടാമതായിട്ട് പറയാണ്, യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ. ഭക്തന്മാരെ അല്ലെങ്കിൽ ഭക്തന്മാരോട് ആദരവ് കാണിക്കുന്ന ആ ഒരു ജീവിതത്തിൽ നമുക്ക് മുൻപോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? അതുപോലെ നമ്മുടെ ജീവിതത്തിൽ സത്യം ചെയ്താലും സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സത്യം ചെയ്താൽ, ഒരു ഉറപ്പ് ആർക്കെങ്കിലും കൊടുത്താൽ, ആ ഉറപ്പ് പിന്നീട് വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യ പറഞ്ഞു അത് ചെയ്തത് ഒട്ടും ശരിയായില്ല, അല്ലെങ്കിൽ നാം ചിന്തിച്ചു അത് നമുക്ക് നഷ്ടമാണ്, കാരണം നാം ഉടനെ ആ വാക്ക് മാറ്റുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? നാം സത്യം ചെയ്തിട്ട് അതിന് ഛേദം വന്നാലും മാറ്റം വരുത്താൻ പാടില്ല. അതിനകത്തുള്ള നഷ്ടം എന്താണെന്ന് നമുക്ക് അത് മനസ്സിലാക്കി ആ നഷ്ടം സഹിക്കുവാൻ, അതിനുവേണ്ടി നാം താഴുവാൻ നമുക്ക് മനസ്സുണ്ടായിട്ടുണ്ടോ? അങ്ങനെയുള്ളവൻ ഒരു ഭക്തനാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അനേക വാക്യങ്ങൾ അങ്ങനെ താഴോട്ടുണ്ട്. 25-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, യഹോവ ഭക്തനായ പുരുഷനെ കുറിച്ച് ദൈവം തന്നെ അവിടെ ചോദിക്കുകയാണ്, ഭക്തൻ ആരാണ്? അങ്ങനെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാനും കഴിയും. ക്ഷേത്രത്തിൽ പോയതുകൊണ്ട് ഒരു ഭക്തനായി തീരുമോ? ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയമാകുന്ന ദേവാലയം ആകുന്ന ഈ ക്ഷേത്രത്തിൽ കർത്താവ് വസിച്ചാൽ മാത്രമേ ഒരു ഭക്തനായി തീരുവാനായിട്ട് കഴിയത്തുള്ളൂ. ക്ഷേത്രത്തിൽ പോകുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ നാം നോക്കുന്ന നമ്മുടെ അടുത്തുള്ളവരെ കുറി തൊട്ടത് കൊണ്ടോ, അല്ലെങ്കിൽ ദേവാലയത്തിൽ സഭയിൽ വന്നതുകൊണ്ടോ ഒരു ഭക്തനായി തീരുമോ? ഒരു ക്ഷേത്രത്തിൻ്റെ പൂജാരി ആയിത്തീർന്നാൽ അവൻ ഭക്തനായി തീരുമോ? അല്ലെങ്കിൽ സഭയിൽ വന്ന് സഭയുടെ ശുശ്രൂഷകൾ ചെയ്താൽ അവനൊരു ഭക്തനാണെന്ന് നമുക്ക് പറയുവാൻ കഴിയുമോ? ഒരിക്കലും സാധ്യമല്ല. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അവനാണ്. യഹോവയുടെ സഖിത്വം അങ്ങനെയുള്ള ഭക്തന്മാർക്ക് ഉണ്ടാകും എന്നാണ് 25-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. യഹോവ ഭക്തനായ പുരുഷനാർ. ദൈവം ഉറ്റുനോക്കുകയാണ്, എൻ്റെ ഭക്തൻ ആരാണ്? നമ്മെ സംബന്ധിച്ചിടത്തോളം ന്യായപ്രമാണങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് നാം ഇന്ന് ആരാധനയ്ക്ക് ചിന്തിച്ചതുപോലെ എന്തെല്ലാം കൽപ്പനകൾ ആചരിച്ചുകൊണ്ട് അതിനോട് നിഷ്കർഷത പുലർത്തിക്കൊണ്ട് ജീവിക്കുവാൻ കഴിയണമായിരുന്നുവെങ്കിൽ ഈ പുതിയ നിയമത്തിൽ ജീവിക്കുന്ന നമുക്ക് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിച്ചിരിക്കുന്ന വീണ്ടെടുപ്പിൻ്റെ അവകാശികളായി നാം തീർന്നു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു ഭക്തനായി ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയും. അത് തന്നെയാണല്ലോ 1 കൊരിന്ത്യർ 2-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. ആ രീതിയിൽ അവനോടുകൂടെ അവൻ്റെ നടപ്പിൽ നമുക്ക് അവനോടുള്ള ഭക്തി മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് കഴിയും. ക്ഷേത്രത്തിൽ പോയതുകൊണ്ടോ ക്ഷേത്രത്തിൻ്റെ ശുശ്രൂഷകൾ ചെയ്തതുകൊണ്ടോ ഒരു ഭക്തനാണെന്ന് ഒരിക്കലും പറയുവാനായിട്ട് കഴിയത്തില്ല. നമ്മുടെ ക്ഷേത്രമാകുന്ന ദേവാലയത്തിൽ ആ ദൈവത്തിനെ കുടിയിരുത്തുമ്പോൾ അവൻ്റെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് അവനെ ആരാധിക്കുന്ന ആരാധ്യകനായി തീരുമ്പോൾ, അവനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് അവൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം നയിക്കുമ്പോഴാണ് യഥാർത്ഥ ഒരു ഭക്തനായി തീരുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. വീണ്ടും ഭക്തനെക്കുറിച്ചുള്ള 1-2 കാര്യങ്ങൾ കൂടി വാക്യത്തിൽ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 97-ാം സങ്കീർത്തനം അതിൻ്റെ 10-ാം വാക്യം ഒന്ന് വായിക്കാം. അതുപോലെ സദൃശ്യവാക്യം 8-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം ഒന്ന് വായിക്കാം. ദോഷത്തെ വെറുക്കുന്നതാകുന്നു, ദമ്പം, അഹങ്കാരം, ദുർമാർഗം, വക്രതയുടമായ എന്നിവയെ ഞാൻ പകയ്ക്കും. നാം വായിച്ചതുപോലെ അതെ, യഹോവയെ സ്നേഹിക്കുന്നവർ ദോഷത്തെ വെറുക്കുന്നു. ദൈവഭക്തനായി
ജീവിക്കണമെങ്കിൽ, ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ ഭക്തിയിൽ നാം ജീവിക്കണമെങ്കിൽ നാം ദോഷത്തെ വെറുക്കുന്നവരായിത്തീരണം. അതുപോലെ സദൃശവാക്യത്തിൽ നാം വായിക്കുകയാണ്, ഡംഭം, അഹങ്കാരം, ദുർമാർഗം ഈ വഴികളിൽ നിന്നൊക്കെ വിട്ടു നിന്നാൽ മാത്രമേ ആ രീതിയിലുള്ള ജീവിതം നമുക്ക് നയിക്കുവാനായിട്ട് കഴിയുള്ളൂ. അതുപോലെ സദൃശവാക്യം 16-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം ഒന്ന് വായിക്കാം. വിശ്വസ്തത കൊണ്ട് അകൃത്യം പരിഹരിക്കപ്പെടുന്നു, യഹോവഭക്തി കൊണ്ട് മനുഷ്യർ ദോഷത്തെ വിട്ടകലുന്നു. ഇങ്ങനെ അനേക വാക്യങ്ങൾ ഒരു ഭക്തനായ മനുഷ്യനെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയും. നാം ഈ ലോക ജീവിതത്തിൽ ലോകമയമായ ഈ ലോകത്തിൻ്റെ ഒഴുക്കിലൂടെ നാം ജീവിക്കുമ്പോൾ ദോഷത്തെ വിട്ട് അകലാനും നമ്മുടെ സ്വയത്തെ നിയന്ത്രിച്ച് ഡംഭം, അഹങ്കാരം അങ്ങനെയുള്ള കാര്യങ്ങളെ ഒക്കെ വെറുത്ത് ജീവിക്കുമ്പോൾ മാത്രമേ ഒരു ഭക്തനായി ജീവിക്കാനായിട്ട് നമുക്ക് കഴിയും. ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ മുഖാന്തരം നമുക്ക് ഒരു ഭക്തനായി ഭക്തൻ ആരാണെന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഈ ആരാണ് ഭക്തനെന്നുള്ള കാര്യം ചിന്തിച്ചതുപോലെ തന്നെ ഭക്തനെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയും. സങ്കീർത്തനം 5:7 ഒന്ന് വായിക്കാം. ഞാനോ നിന്റെ കൃപയുടെ ബോധത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധമന്ദിരത്തിന് നേരെ നിങ്ങളുള്ള ഭക്തിയോടെ ആരാധിക്കും. അതുപോലെ സങ്കീർത്തനം 34:9 ഒന്ന് വായിക്കാം. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുകയും അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ഈ കാര്യങ്ങളൊക്കെ ഭക്തനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവനെ തിരിച്ചറിയുവാനായിട്ട് കഴിയും. ദൈവകൃപയിൽ ആശ്രയിക്കുന്നവൻ, ദൈവത്തെ ഭയപ്പെടുന്നവൻ, ദൈവഭക്തിയോടുകൂടി ആരാധനാലയത്തിലേക്ക് കടന്നു ചെന്ന് കർത്താവിനെ ആരാധിക്കുവാൻ ഇങ്ങനെയുള്ളവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അതുപോലെ മൂന്നാമത് നാം ചിന്തിച്ച് എന്താണ് ഭക്തനോടുള്ള ബന്ധത്തിൽ അവൻ്റെ പ്രത്യേകതകൾ എന്ന് നമുക്കൊന്ന് നോക്കാം. സങ്കീർത്തനം 34:7 വാക്യം ഒന്ന് വായിക്കാം. സങ്കീർത്തനങ്ങൾ 34. ഒരു ദൂതനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ യഹോവയുടെ ഭക്തന്മാർക്ക് അവൻ്റെ ചുറ്റും ദൂതന്മാർ പാളയമിറങ്ങി അവനെ സംരക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ 19:9 സങ്കീർത്തനം 19:9 കൂടെ ഒന്ന് വായിക്കാം. യഹോവഭക്തി നിർമ്മലമായത്, അത് എന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ, ഉറപ്പഴിയാതെ നീതിയുള്ളവയാണ്. അതുപോലെ 103-ാം സങ്കീർത്തനം നാം എപ്പോഴും ആരാധനയ്ക്ക് വായിക്കാറുള്ള വാക്യങ്ങളാണ്. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവൻ്റെ ദയ അവൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. അതുപോലെ 13-ാം വാക്യത്തിൽ അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അതുപോലെ 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, യഹോവയുടെ ദയ എന്നും എന്നേക്കും അവൻ്റെ ഭക്തന്മാർക്ക് ഉണ്ടാകും, അവൻ്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. ഇവിടെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു ഭക്തനായ മനുഷ്യന് അവന് ദൈവത്തിൻ്റെ വലിയ നീതി, അതുപോലെ ദൈവത്തിൻ്റെ വലിയ കരുണ, ദൈവത്തിൻ്റെ വലിയ ദയ ഒക്കെ അവനോട് ഒപ്പം ഉണ്ടായിരിക്കും എന്ന് മാത്രമല്ല, അവൻ്റെ മക്കൾക്കും അവൻ്റെ മക്കളുടെ മക്കൾക്കും ആ ദൈവത്തിൻ്റെ ആ ഭക്തനായി ഒരാൾ ജീവിച്ചാൽ ഭക്തൻ്റെ ആ പ്രത്യേകതകൾ അനുഭവിക്കാനായിട്ട് കഴിയും. നമ്മൾ ഇപ്പോൾ ചിന്തിച്ച യോബിനെ കുറിച്ച് നാം ഓർക്കുമ്പോൾ നമുക്കറിയാം, യോബ് ദൈവത്തിൻ്റെ വലിയ പരീക്ഷയിലൂടെ കടന്നു പോകുമ്പോഴും അവൻ്റെ തലമുറയെക്കുറിച്ച് അവിടെ പരാമർശിക്കുന്നുണ്ട്. ആ പ്രയാസത്തിൽ അവർ നഷ്ടപ്പെട്ടു പോകും എങ്കിലും അവരുടെ ദോഷകരമായ ഒരു കാര്യങ്ങളും നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയത്തില്ല. അവരുടെ തലമുറയൊക്കെ അതിൻ്റെ അർത്ഥം വളരെ ഭദ്രമായി ദൈവകൃപയിൽ ആ മാതൃക പിൻപറ്റി ജീവിച്ചു എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്നാൽ ഈ നാം 12-ാം അധ്യായം ആദ്യം വായിച്ച ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു എന്ന് പറഞ്ഞ ദാവീദിനെ സംബന്ധിച്ച് നാം ചിന്തിക്കുകയാണെങ്കിൽ, ദാവീദിൻ്റെ തലമുറ, ദാവീദിൻ്റെ കുഞ്ഞുങ്ങളെ ദാവീദ് ജീവിച്ചു വന്നതുപോലെ തൻ്റെ അടുത്ത തലമുറയെ അവർക്ക് എന്തുമാത്രം ആ രീതിയിൽ വളർത്തുവാൻ കഴിഞ്ഞു എന്നുള്ളതിൽ നമുക്ക് ആശങ്കപ്പെടേണ്ട ആവശ്യമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ദാവീദിൻ്റെ മക്കൾ പലരും പല രീതിയിൽ
പിതാവിനോട് തന്നെ മത്സരിക്കുന്നതായിട്ടും അവർക്കൊക്കെ വരുന്ന ആ നഷ്ടങ്ങളും നാശങ്ങളും ഒക്കെ നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് കഴിയും. ആ രീതിയിൽ നാം ചിന്തിക്കുമ്പോൾ ദാവീദ് എന്തുമാത്രം അവൻ്റെ ജീവിതത്തിൽ ഭക്തിയോടെ ജീവിച്ചോ, ദൈവത്തെ അറിഞ്ഞ് ജീവിച്ചോ, അതുപോലെ തൻ്റെ മക്കൾക്ക് ആ ഭക്തിയുടെ ആ മാതൃക നൽകിക്കൊടുക്കുവാനായിട്ട് ഒരിക്കലും കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അങ്ങനെ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ വചനത്തിൽ നാം വായിക്കുന്നത് പോലെ തൻ്റെ ഭക്തന്മാർക്ക് നന്മയുണ്ടാകുമെന്ന് മാത്രമല്ല, തങ്ങളുടെ മക്കളുടെ മക്കളെയും അനുഗ്രഹിക്കുമെന്നുള്ള ആ വലിയ വാഗ്ദത്തം ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ അവിടെ അത് പാലിക്കാതെ പോകുന്നതിൻ്റെ കാരണം നമ്മുടെ ഭക്തിയുടെ കുറവാണ്, അല്ലെങ്കിൽ എൻ്റെ ഭക്തിയുടെ കുറവാണ് എന്ന് നമുക്ക്, അല്ലെങ്കിൽ ഇവിടെ കാണുന്ന ദാവീദിൻ്റെ ഭക്തിയുടെ കുറവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നാം ഇപ്പോൾ ചിന്തിച്ച അടുത്ത ഒരു ചിന്ത, എന്താണ് ഭക്തനോടുള്ള ബന്ധത്തിൽ ഉള്ള പ്രത്യേകതകൾ എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കാം. സങ്കീർത്തന പുസ്തകം ഈ വാക്യങ്ങളൊക്കെ നമ്മൾ വായിച്ചാണ്. അടുത്തായിട്ട് ഞാൻ എങ്ങനെയാണ് ഭക്തനോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ കരുതൽ അവന് ഉണ്ടാകുന്നു എന്നുള്ളതിനോടുള്ള ബന്ധത്തിൽ ചില വാക്യങ്ങളൂടെ വായിക്കാം. സങ്കീർത്തനം 31 അധ്യായം അതിൻ്റെ 19 വാക്യം ഒന്ന് വായിക്കാം. അതുപോലെ 148 സങ്കീർത്തനം 19 വാക്യം കൂടി ഒന്ന് വായിക്കാം. 148:19. ഭക്തന്മാരുടെ ആഗ്രഹം സാധിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന ഒരു വാക്യമാണ്. ഓക്കെ, അത് പിന്നെ 47:19. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിക്കും, അവൻ്റെ നിലവിളി കേട്ട് ദൈവം അവർക്ക് ഉത്തരം നൽകും എന്നാണ് നമ്മൾ അവിടെ കാണുന്നത്. അതുപോലെ സദൃശ്യവാക്യം 10:27 എന്ന് വായിക്കാം. അതുപോലെ സദൃശ്യവാക്യം 19:23 ഒന്ന് വായിക്കാം. മതി. ദൈവനാമത്തെ ഈ വാക്യങ്ങളിലൂടെയൊക്കെ നാം വായിച്ചത് ഒരു ഭക്തനോടുള്ള ബന്ധത്തിൽ അവൻ്റെ ആഗ്രഹം സാധിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. അത് നമുക്കറിയാം. അക്ഷരീയമായ നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളുടെ മേൽ നാം പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ വരുമ്പോൾ നമ്മുടെ ആഗ്രഹം സാധിപ്പിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ ഭക്തൻ്റെ ആയുസ്സിനെ ദീർഘമാക്കി തരും എന്ന് വാഗ്ദത്തം ചെയ്യുന്ന ഒരു വചനം നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നു. അതുപോലെ ഒരു ഭക്തനോടുള്ള ബന്ധത്തിൽ സദൃശ്യവാക്യം 19:23 വായിക്കുന്നത് അവൻ്റെ ജീവിതത്തിൽ അവന് തൃപ്തനായി ജീവിക്കുവാനായിട്ട് കഴിയും. അതുപോലെ അനേക വാക്യങ്ങളുണ്ട്, എല്ലാ വാക്യങ്ങളും ഞാൻ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതുപോലെ കപടഭക്തിക്കാരെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ഈ ചിന്തകളൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു ഭക്തൻ എന്നുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇയ്യോബിനോടുള്ള ബന്ധത്തിൽ നാം ചിന്തിച്ചു. തൻ്റെ തലമുറയ്ക്ക് മക്കളുടെ മക്കൾക്കും അനുഗ്രഹം നൽകുമെന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ ഈ ചെറിയ ജീവിതം വെള്ളത്തിൻ കുമിള പോലെയുള്ള ക്ഷണികമായ ഈ ലോക ജീവിതത്തിൽ നാം എങ്ങനെ ജീവിച്ചു, ഞാൻ എന്താണ് എന്ന് നമ്മളോട് ഓരോരുത്തരോടും നാം ചോദിക്കുകയാണെങ്കിൽ നാം എന്തുമാത്രം ദൈവത്തോട് ഭയഭക്തി പുലർത്തി ഒരു ഭക്തൻ എന്നുള്ള എൻ്റെ ഭക്തനെ എന്ന് വിളിക്കുന്ന ആ ദൈവത്തിൻ്റെ വിളി കേൾക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതം എത്ര യോഗ്യമായി നാം ജീവിച്ചു എന്നുള്ളത്
ഈ തിരുവചനങ്ങൾ ഒക്കെ നമ്മെ ചിന്തിപ്പിക്കാനായിട്ട് അവിടുന്ന് ഇടയാകണം. ദാവീദിന് തൻ്റെ ജീവിതത്തിൽ അവൻ ദൈവത്തോട് ഭയഭക്തി പുലർത്തി, വിശ്വസ്തത പുലർത്തി ജീവിച്ചതുകൊണ്ട്, ദൈവത്തിൻ്റെ ആശ്രയത്തിൽ അവൻ ജീവിച്ചതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ കാണുവാനായിട്ട് ദൈവം അവനെ ഇടയാക്കി. അവൻ ഇസ്രായേൽ രാജ്യത്തിൻ്റെ രാജാവായി തീരുവാൻ തക്കവണ്ണം അവനെ ദൈവം എടുത്ത് ഉപയോഗിച്ചുവെങ്കിൽ അവൻ്റെ തലമുറയെയും ആ രീതിയിൽ വളർത്തുവാനായിട്ട് അവന് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ ചിന്തകളും നമ്മുടെ ഓരോരുത്തരുടെയും പ്രവൃത്തികളും ഒക്കെ ദൈവം ശോധന അറിയുന്ന ഒരു ദൈവമാണ്. യഹോവ ഭക്തനായ പുരുഷനാർ, അതിൻ്റെ സഹിത്വം അവനോട് കൂടെ ഉണ്ടാകും. ദൈവം നമ്മളോട് കൂട്ടുകൂടുവാനായിട്ട്, നമ്മളോട് സഹിത്വം കൂടുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം വിശ്വസ്തത പുലർത്തി നാം അവനോട് ജീവിക്കുന്നുണ്ട്. നാം ഒരു ഭക്തനാണ്, നാം ആലയത്തിൽ പോകുന്നുണ്ട്, നാം ആലയത്തിലെ ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പേഴ്സണലായിട്ട് നാം ദൈവത്തോട് എന്തുമാത്രം വിശ്വസ്തത പുലർത്തി ജീവിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു ദൈവഭക്തനോടുള്ള ബന്ധത്തിൽ ദൈവം എന്തുമാത്രം കരുതലുകളാണ് ചെയ്യുന്നതെന്ന് ഈ വചനങ്ങളിലൊക്കെ നാം വായിച്ച് കേൾക്കുവാനായിട്ട് ഇടയായി. നമ്മുടെ ആയുസ്, നമ്മളുടെ സമ്പത്ത് നൽകുന്നതിനെ കുറിച്ചും വചനമുണ്ട്. എല്ലാം ദൈവം സദൃശവാക്യം 15-ാം അധ്യായം 16-ാം വാക്യം, അതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും ദൈവം നമുക്ക് വിശ്വസ്തനായി നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും നാം പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. അവൻ ഭക്തന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് നാം തിരുവചനത്തിൽ നിന്ന് വായിക്കുവാനായിട്ട് ഇടയായി. കഴിഞ്ഞ ദിവസം ഞാനൊരു യൂട്യൂബ് കാണുവാനായിട്ട് ഇടയായി. അത് ഒന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു മനുഷ്യൻ, അവന് വലിയ ഭക്തിയുള്ള കുടുംബത്തിലൊന്നും അല്ല, എന്നാലും നോർമൽ ഒരു കുടുംബത്തിലാണ്. ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ പിതാവും ഒരു പട്ടാളക്കാരനായിരുന്നു. അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ കൃത്യനിഷ്ഠതയോടുകൂടി തൻ്റെ ഭവനത്തിലും അദ്ദേഹം ചെയ്യുമായിരുന്നു. പല കാര്യങ്ങൾക്കും എന്താണ് പറയുന്നത്, നിർബന്ധ ബുദ്ധിയോടുകൂടി പല കാര്യങ്ങളും മക്കളോടുള്ള ബന്ധത്തിൽ അദ്ദേഹം ചെയ്യുമായിരുന്നു. അങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹം അത് ജീവിതത്തിൽ അന്നേരം അരോചകമാണെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. ഞാനിപ്പോൾ എൻ്റെ പേഴ്സണൽ ലൈഫിൽ പറഞ്ഞാൽ, ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പം ബെഡൊക്കെ എങ്ങനെ കിടക്കും, അതിന് വഴക്കുണ്ടാക്കുമ്പം എൻ്റെ ഫാദർ, അപ്പം ഞങ്ങൾ അത് വിരിച്ചിട്ട് പോകുവാനായിട്ട് തുടങ്ങി. ഞാൻ പോയ പട്ടാളത്തിലും അങ്ങനെ തന്നെയാണ്. ഞങ്ങളുടെ ബെഡൊക്കെ ഇൻസ്പെക്ഷൻ നടത്താറുണ്ട്. അതൊക്കെ നോക്കുമ്പോൾ അങ്ങനെ ഒരു ശീലം ഉള്ളത് കൊണ്ട് ആ രീതിയിൽ ഒരിക്കലും എഴുന്നേറ്റ് പോകുവാനായിട്ട് ഒരിക്കലും എനിക്ക് കഴിയത്തില്ല. ഇപ്പോഴും ഞാൻ അങ്ങനെയാണ്. രാവിലെ എഴുന്നേറ്റ് ആദ്യം എൻ്റെ ബെഡും എൻ്റെ ബെഡ്ഷീറ്റും ഒക്കെ മടക്കി വെച്ചിട്ട് ഞാൻ എഴുന്നേറ്റ് പോകത്തുള്ളൂ. അങ്ങനെയുള്ള പല നിർബന്ധങ്ങളും ഈ പിതാവ് അങ്ങനെ ഉണ്ടാക്കുമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു നിർബന്ധമായിരുന്നു, അന്യൻ്റെ ഒരു കാര്യങ്ങളും വീട്ടിലെടുത്തുകൊണ്ട് വരാൻ പാടില്ല. അങ്ങനെ പലപ്പോഴും പുള്ളിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം വളർന്നു, പഠിച്ചു, ജോലി കിട്ടി, വിദേശത്തേക്ക് ദുബായിലേക്ക് അദ്ദേഹം കടന്നുപോയി. അവിടെ ചെന്ന് അദ്ദേഹത്തിന് ഒരു ജോലി കിട്ടി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ആ ജോലിയൊക്കെ നഷ്ടപ്പെട്ടു. ഫാമിലിയായിട്ടൊക്കെ അവിടെ ജീവിച്ചുകൊണ്ടിരുന്ന നാളുകളിലാണ് ഇങ്ങനത്തെ ഒരു അനിഷ്ടം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. അധികം താമസിക്കാതെ തനിക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ടായി തുടങ്ങി. കുഞ്ഞുണ്ട്, ഭാര്യയുണ്ട്, ചെലവിന് കൊടുക്കാൻ ബുദ്ധിമുട്ടായി. ജോലി അന്വേഷിച്ച് പലയിടത്തും പോകുവാൻ, അതിനുള്ള സാമ്പത്തിക ആവശ്യങ്ങൾക്കൊന്നും നടത്താനുള്ള വഴിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ദിവസങ്ങൾ. അങ്ങനെ ഭാര്യ അവിടുന്ന് നാട്ടിലേക്ക് തിരിച്ച് വെക്കേറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നു. എന്നിട്ട് പുള്ളി ദിവസവും ഇങ്ങനെ ഓരോരുത്തരത്ത് ജോലിക്ക് വേണ്ടി അലഞ്ഞു തിരിഞ്ഞിങ്ങനെ നടക്കും. ഒരു ദിവസം പുള്ളി ഒരു KFC പോലെയുള്ള ഒരു കടയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുമ്പം നിറയെ ബക്കറ്റുകൾ വാങ്ങിക്കൊണ്ട് ഒരു കാറിലേക്ക് ഒരു മനുഷ്യൻ കയറി പോകുന്നത് കണ്ടു. അദ്ദേഹം അതൊക്കെ നോക്കി കൊതിച്ച് നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. എന്നാൽ അതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ആ വണ്ടി വിടുമ്പം അതിൻ്റെ പുറകിൽ നിന്ന് ഒരു കുഞ്ഞ് എന്തോ ഒരു ബാഗ് എടുത്ത് പുറത്ത് റോഡിലിട്ടു. അദ്ദേഹം ആ ബാഗ് എടുത്ത് കൊടുക്കാനായിട്ട് കുനിഞ്ഞെടുക്കുമ്പോഴത്തേന് വണ്ടി വിട്ട് പോയി കഴിഞ്ഞു. അപ്പം അദ്ദേഹം വിളിക്കുകയൊക്കെ ചെയ്തു, യാതൊരു രക്ഷയുമില്ല. പിന്നെ അദ്ദേഹം തൻ്റെ വണ്ടിയിൽ ആ സാധനം വെച്ച് ഈ വണ്ടിയെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ലൈറ്റ് ഇട്ടും ഓൺ അടിച്ചൊക്കെ കുറേ ഫോളോ ചെയ്തു. ഏതോ ഒരു അറബി ആയിരുന്നു ആ വണ്ടി ഓടിച്ചുകൊണ്ട് പോയിരുന്നത്. അദ്ദേഹം ഈ കുറേ ബുദ്ധിമുട്ടായി കഴിഞ്ഞപ്പോൾ വണ്ടി നിർത്തിയിട്ട് വളരെ ദേഷ്യത്തോടു കൂടി ഇറങ്ങി വന്ന് അദ്ദേഹം ഇയാളെ ശകാരിച്ചുകൊണ്ട് എന്തുവെന്ന് ചോദിച്ചുകൊണ്ട് ഇറങ്ങി വരുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ബാഗ് തരാനായിട്ട് ഞാൻ വന്നതാണ്, ഞാൻ അതിനുവേണ്ടിയാണ് നിങ്ങളുടെ പുറകെ വന്നതെന്ന് പറഞ്ഞു. അപ്പം ശരിക്കും പറഞ്ഞാൽ ആ ബാഗ് കൊടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം തുറന്നു നോക്കിയപ്പോൾ അത് നിറച്ചും നോട്ടുകെട്ടുകളാണ്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് ആദ്യം പറഞ്ഞു, ജോലി ഇല്ലാതിരിക്കുന്ന സമയത്ത് ദൈവദൂതനെ പോലെ ആണല്ലോ
ഈ നോട്ടുകളൊക്കെ എനിക്ക് കിട്ടിയത് എന്ന് വെക്കാമെന്ന് അദ്ദേഹം തീരുമാനിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സ്, അദ്ദേഹം ശീലിച്ചു വന്ന അപ്പൻ പറഞ്ഞിട്ടുള്ള കാര്യം, അന്യൻ്റെ സാധനം വെക്കരുത്, അത് അദ്ദേഹത്തെ നിർബന്ധിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അദ്ദേഹം ഈ വണ്ടിയിൽ ആ സാധനം എടുത്തു വെച്ചുകൊണ്ട് ആ വണ്ടി ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ആ സാധനം അദ്ദേഹത്തിന് കൊടുത്തൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു നിരാശയൊക്കെ തോന്നിയെങ്കിലും അദ്ദേഹത്തിൻ്റെ നമ്പറുമൊക്കെ വാങ്ങിച്ചായിരുന്നു. ഇനി എന്തെങ്കിലും പ്രയോജനം ചെയ്യുമോ അദ്ദേഹം പോയി കഴിഞ്ഞു. അടുത്ത ദിവസം അദ്ദേഹത്തിന് ഒരു കോള് വന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞത്, നിങ്ങൾ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് നാളെ വരണം എന്ന് പറഞ്ഞു. ആദ്യം അത് കേൾക്കാത്ത പാതി അദ്ദേഹം ഫോൺ വെച്ചു. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം പേടിച്ചു. വീണ്ടും കോള് വന്നു. എന്താ നിങ്ങൾ പെട്ടെന്ന് വെച്ചതെന്ന് ചോദിച്ചു. പറഞ്ഞു, ഞാൻ പോലീസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ പേടിച്ചു. അല്ല, നിങ്ങളെ വിളിച്ചത് ഇന്നലെ നിങ്ങൾ ബാഗ് തന്ന ആളാണ് വിളിക്കുന്നത്, നാളെ ഉറപ്പായിട്ടും വരണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നപ്പം അവിടെയുള്ള ഏറ്റവും മുതിർന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഈ ബാഗ് വാങ്ങിച്ച ആള്. ചുരുക്കം പറഞ്ഞാൽ അദ്ദേഹത്തെ ആ പോലീസിൽ അപ്പോയിന്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഈ അപ്പോയിൻമെൻറ്റിൻ്റെ ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം ഇപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവിടുന്നുള്ള ഒരാളുടെ ഇൻ്റർവ്യൂ ആണ് ഞാൻ കണ്ടത്. അപ്പം ആ മാതൃക, അപ്പൻ പുലർത്തിയ ആ മാതൃക കാരണമാണ് അദ്ദേഹത്തിന് ജോലി ലഭിക്കുവാൻ ഇടയായതെന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിട്ട് കാണുവാനായിട്ട് കഴിഞ്ഞു. നമ്മുടെയൊക്കെ ഈ ജീവിതത്തിലും നമ്മുടെ അപ്പന്മാർ കാണിച്ച മാതൃക കൊണ്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി ഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് നാം ഓരോരുത്തരും അപ്പന്മാരായിട്ട് നാം ഇരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ നമ്മെ കണ്ടു പഠിക്കുന്ന നമ്മളുടെ അടുത്ത തലമുറയ്ക്ക് മാതൃകയായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഈ കാലം അത് ഏറ്റവും വഷളത്വമായ ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. ഒരു തരത്തിലും ഒരു കോംപ്രമൈസും ഇല്ലാതെ പാപത്തോടെ ഇഴുകിച്ചേരുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ മാതൃകകളെ നമുക്ക് മുഴുകെ പറ്റി ജീവിക്കുവാൻ, നാം ഒരു ഭക്തനാണെന്ന് നാം പറയുമ്പോൾ നമുക്ക് എന്തുമാത്രം വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ കഴിയുന്നു എന്ന് നമ്മെ തന്നെ നമ്മോട് ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട്. എനിക്ക് എന്തുമാത്രം ഞാൻ ആ വിശ്വസ്തത പുലർത്തുവാൻ കഴിയുന്നുണ്ട്? നമ്മുടെ പിതാക്കന്മാരെ പലപ്പോഴും നമ്മുടെ ഒരു വ്യക്തി, നീ ആരാണ് എന്നുള്ള ചോദ്യത്തിന് നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു വ്യക്തിത്വം നമുക്കുണ്ടോ? നമ്മുടെ പിതാക്കന്മാർക്ക് പലപ്പോഴും നീ ഇന്നാരുടെ മകനാണ് എന്ന് പറയുവാനുള്ള ആ ഒരു വ്യക്തിത്വം നമ്മുടെ പിതാക്കന്മാർക്ക് ഉണ്ടാക്കി എടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും ആ രീതിയിൽ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരണം. നാം പലപ്പോഴും നമ്മുടെ ജോലിയോടുള്ള ബന്ധത്തിൽ, നാം പഠനത്തോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബിസിനസ് ചെയ്യുന്നതിനോടുള്ള ബന്ധത്തിൽ ഒക്കെ ഞാൻ ജീവിച്ചപ്പോൾ ഞാൻ എന്തുമാത്രം ദൈവത്തോട് വിശ്വസ്തത പുലർത്തിയിട്ടുണ്ട്. ഞാൻ ആ രീതിയിൽ എൻ്റെ കടയിൽ നിന്ന സ്റ്റാഫിന്, അല്ലെങ്കിൽ എൻ്റെ കൂടെ ജോലി ചെയ്ത ആളിന് നോയൽ ചെയ്തതുപോലെ, അല്ലെങ്കിൽ എൻ്റെ ഇങ്ങനെ ഒരു മാതൃക പിൻപറ്റുവാനായിട്ട് ഞാൻ എന്തെങ്കിലും അവർക്ക് വെച്ചിട്ടുണ്ടോ? ഓരോരുത്തരും ഞാൻ എന്നുള്ള ചോദ്യത്തോടു കൂടി ചിന്തയ്ക്ക് വേണ്ടി ഞാൻ അത് വിടുകയാണ്. ദൈവം നമ്മെ വീണ്ടെടുത്ത് ദൈവത്തിൻ്റെ ഇത്ര വലിയ അനുഗ്രഹങ്ങൾ, ഇത്രയും വലിയ വാഗ്ദത്തങ്ങൾ ഒരു ഭക്തനോടുള്ള ബന്ധത്തിൽ നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നാം അത് എന്തുമാത്രം വിശ്വസ്തത പുലർത്തണം. പലപ്പോഴും നമ്മെ തന്നെ എനിക്ക് ഇത്രയേ കഴിവുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഇന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ നിരാശപ്പെടേണ്ട ഒരു ജീവിതമല്ല നമ്മളുടെ. ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ നമുക്ക് ആവശ്യമുണ്ട് എങ്കിൽ ഇന്നിപ്പോൾ ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും ഇന്ന് ദൈവം ഇവിടെ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണെന്ന് വിചാരിച്ചു. എല്ലാവർക്കും വലിയൊരു വിലപ്പെട്ട, അല്ലെങ്കിൽ വിചാരിക്കുക ഒരു 1000 രൂപ വീതം വിലയുള്ള ഒരു ഗിഫ്റ്റ് എല്ലാവർക്കും ഇന്ന് വന്നിട്ടുള്ള എല്ലാവർക്കും തരാൻ പോവുക. ആരെങ്കിലും ഒരാൾക്ക് അത് തരാതിരുന്നാൽ അത് എല്ലാവർക്കും കൊടുത്തു, എനിക്ക് തന്നില്ല എന്ന ചിന്ത അവരെ ഭരിക്കത്തില്ലേ? അങ്ങനെയാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ രക്ഷ എല്ലാവർക്കും ഒരുപോലെ നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം അവനിൽ നിന്ന് പ്രാപിക്കുന്നത് പോലെ തന്നെ നാം അവന് വേണ്ടി കൊടുക്കുവാനും നാം ബാധ്യസ്ഥരാണ്. നമ്മുടെ ജീവിതത്തിൽ നാം എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നാം എന്തെങ്കിലും പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ടോ? എനിക്ക് കഴിവില്ല, എനിക്ക് ചെയ്യാൻ പ്രാപ്തിയില്ല, എനിക്ക് അതിനുള്ള പ്രാഗൽഭ്യമില്ല എന്ന് പറഞ്ഞ് നാം നമ്മെ തന്നെ കൊച്ചാക്കാനും നാം തന്നെ കുറച്ച് കാണിക്കുവാനും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജോലിയിൽ വലിയ ബിസിയാ, ഞാൻ എൻ്റെ ബിസിനസ്സിനകത്ത് എപ്പോഴും എൻഗേജാ, ഞാനായിരിക്കുന്നിടത്തൊക്കെ മുസ്ലിങ്ങൾ താമസിക്കുന്നതാ, എനിക്കങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് പോകുന്നിടത്ത് അങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ എന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ
ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് വേണ്ടി കൊടുക്കുവാനും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും നമുക്ക് ബാധ്യതയുണ്ട് എന്നുള്ള കാര്യം അസന്നിഗ്ധമായിട്ട് ഞാൻ ഓർപ്പിക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത്ര വലിയ രക്ഷ നൽകുവാൻ, ഇത്ര വലിയ പദവി നൽകുവാൻ തക്കവണ്ണം നാം എന്തുള്ളൂ? നമ്മുടെ ശ്രേഷ്ഠതയോ നമ്മുടെ കഴിവുകളോ ഒന്നുമല്ല. ഈ കാലഘട്ടത്തിൽ നാം നമ്മുടെ പിതാക്കന്മാരുടെ അല്ലെങ്കിൽ ആക്ഷരികമായി നമുക്ക് നൽകിയിരിക്കുന്ന വചനം എന്തുമാത്രം പിതാക്കന്മാർക്ക് വേണ്ടി അന്വർത്ഥമായിരിക്കുന്നു, അത് യഥാർത്ഥത്തിൽ അന്വർത്ഥമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, നാം ആയിരിക്കുന്ന ഈ കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ ഓർപ്പിച്ചതുപോലെ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ പല കാര്യങ്ങളുടെയും പൂർത്തീകരണം ആശ്ചര്യമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ജോൺ ബി തോമസ് അങ്കിളിൻ്റെ മെസ്സേജ് കേൾക്കുവാനായിട്ട് സുവിശേഷാലയത്തിൽ പോയിട്ടുള്ളവർക്ക് അറിയാം. അദ്ദേഹത്തിൻ്റെ 2ാമത്തെ ദിവസത്തെ പ്രസംഗത്തിൽ മെയിനായിട്ടും അദ്ദേഹം പ്രതിപാദിച്ചത് ഈ വിഷയങ്ങളാണ്. അനേക പ്രവചനങ്ങൾ ആശ്ചര്യമായി നിറവേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ ഈ കാലങ്ങൾ എന്തുമാത്രം ഏത് കാലഘട്ടത്തിലാണെന്ന് നമുക്ക് വീക്ഷിക്കുവാനായിട്ട് കഴിയും. വളരെ ഭയത്തോടുകൂടി, വളരെ ആകാംക്ഷയോടുകൂടി നാം ആയിരിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നാം നമ്മെ തന്നെ രൂപാന്തരപ്പെടുത്തുന്നില്ലെങ്കിൽ, ലോകപരമായ രീതിയിൽ എല്ലാ രീതിയിലും അനുകൂലമായാൽ മാത്രമേ നമുക്ക് ചെയ്യുവാൻ കഴിയുന്നു എന്ന് നാം ശാഠ്യം പിടിക്കുന്നുവെങ്കിൽ അതൊരു ദുശാഠ്യം മാത്രമാണ്. കാലങ്ങൾ ഒരിക്കലും നമുക്ക് അനുകൂലമല്ല. കാലങ്ങളൊക്കെ മാറി വരും. തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്കിനോ ഒരു അക്ഷരത്തിനോ ഒരു മാറ്റവും വരാതെ എല്ലാ കാര്യങ്ങളും നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ദൈവം പറഞ്ഞതുപോലെ, വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ എത്ര കറക്റ്റായിട്ടാണ് ഓരോ കാര്യങ്ങളും എഴുതിയിരിക്കുന്നത്. ലോകത്തിലേക്ക് നാം നോക്കുകയാണെങ്കിൽ രാജഭരണങ്ങൾ ഒക്കെ മാറി മാറി വന്നു. രാജാക്കന്മാരെ മാറ്റും, ജനകീയ ഭരണം വരും, നിന്റെ കിരീടം മാറ്റും, മകുടമണിയിക്കുമെന്ന് പറഞ്ഞ ആ വചനം എത്രയോ അനുഗ്രഹീതമായി നിവൃത്തിയായി. രാജാക്കന്മാരുടെ ഭരണം അവസാനിപ്പിച്ച് ജനായത്ത ഭരണം കൊണ്ടുവന്നു. ജനായത്ത ഭരണം കൊണ്ടുവന്നപ്പോൾ നാം ഓരോരുത്തരുമാണ് ഭരിക്കുന്നത്, ജനങ്ങളാലാണ് ഭരിക്കുന്നത്, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഭരിക്കും എന്നൊക്കെ ആശിച്ച് നാം ഓരോരുത്തരും വോട്ട് ചെയ്ത് ജനപ്രതിനിധികളെ നമ്മൾ തിരഞ്ഞെടുത്തു. എന്നാൽ ജനങ്ങളെ നന്നാക്കാമെന്ന് പറഞ്ഞ ജനകീയ ഭരണം ജനങ്ങളുടെ നന്നാക്കലല്ല അവിടെ ഉണ്ടായത്. ജനങ്ങളുടെ നാശത്തിനും സ്വജനപക്ഷപാതവും സ്വയത്തിൻ്റെ നന്മയ്ക്കും സ്വയത്തിൻ്റെ അഭിവൃദ്ധിക്കും വേണ്ടി അവർ പ്രവർത്തിച്ച് നാടിനെ കുട്ടിച്ചോറാക്കുമ്പോൾ, ലോകത്തിൽ സഭയിൽ നോക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ പിതാക്കന്മാർ വളരെ വില കൊടുത്തുകൊണ്ട് തങ്ങളുടെ കുടുംബങ്ങൾ നഷ്ടപ്പെടുത്തി, തൻ്റെ പണം നഷ്ടപ്പെടുത്തി, തങ്ങളുടെ ജോലി നഷ്ടപ്പെടുത്തി സുവിശേഷത്തിന് വേണ്ടി അവർ അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ, അവർ ആഹാരത്തിന് പോലും ത്യജിച്ച് വിശ്രമമില്ലാതെ ദൈവനാമ മഹത്വത്തിനും ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കും വേണ്ടി അവർ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഇന്ന് അത് നമുക്ക് കാണുവാനായിട്ട് കഴിയുമോ? വേലക്കാർ ചുരുക്കം, വേലക്കാരില്ല, കൂലിക്കാർ മാത്രമാണ് ഇന്ന് ലോകത്തിലുള്ളത്. അക്ഷരീയമായി ലോകത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിലും വേല ചെയ്യുന്നവരില്ല, കൂലി വാങ്ങുന്നവർ മാത്രമേ ഉള്ളൂ. ദൈവസഭയിലും ഇങ്ങനെ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വേലക്കാര് ഇന്ന് ഇല്ല, ഇന്ന് കൂലിക്കാരാണ്. സ്വയത്തിൻ്റെ നന്മയ്ക്കും അവരുടെ അഭിവൃദ്ധിക്കും സ്ഥാനമാനങ്ങൾക്കും മാത്രം പ്രവർത്തിക്കുന്നവര്. യഥാർത്ഥമായി വിശ്വസ്തയോടുകൂടി കർത്താവിൻ്റെ വേല ചെയ്യുവാനായിട്ട്, ഒരു ഭക്തൻ എന്നുള്ള ആ മാതൃക പുലർത്തി ജീവിക്കുവാനായിട്ട് പിതാക്കന്മാർ അവരുടെ സ്ഥാനങ്ങൾ, അവരുടെ വ്യക്തിത്വങ്ങൾ നിലനിർത്തുവാനായിട്ട് കഴിഞ്ഞിരുന്നുവെങ്കിൽ നമുക്കും നമ്മുടെ വ്യക്തിത്വം നിലനിർത്തുവാനും നമ്മെ തന്നെ മറ്റുള്ള ഒരു മാതൃക കാണുവാനുമായിട്ട് ഇടയായിത്തീരണം. ആ രീതിയിലുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്കിടയാകണം. ആ രീതിയിൽ നമ്മെ തന്നെ ആക്കി തീർക്കുവാനായിട്ട്, രൂപാന്തരപ്പെടുവാനായിട്ട് ദൈവം നമ്മളെ ഇടയാക്കട്ടെ. ആ രീതിയിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.